പുനരുദ്ധാനത്തിൻ്റെ ആർഭാടം എന്ന് പറയണത് അളക്കാതെ കിട്ടണതിന് നമുക്ക് അളക്കാൻ പറ്റത്തില്ല. കാര്യം ഓൾറെഡി ഈശോ എല്ലാത്തിനും പേയ്മെൻറ്റ് നടത്തി, എല്ലാ പാപങ്ങൾക്കും പരിഹാരം ചെയ്ത് കഴിഞ്ഞു. അതാണ് പുനരുദ്ധാനത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഓൾറെഡി മനുഷ്യരാശി ഈശോയുടെ കാലം വരെ ചെയ്തതും ഇനി ചെയ്യാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങൾക്കും ഈശോ തൻ്റെ ജീവിതം കൊണ്ടും സഹനം കൊണ്ടും കുരിശിലുള്ള മരണം കൊണ്ടും പാപത്തിൻ്റെ ശിക്ഷ സ്വയം നമുക്ക് വേണ്ടി ഏറ്റുവാങ്ങിച്ചിട്ട് അവൻ ദൈവമായിരുന്നിട്ട് പോലും ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി പരിഗണിക്കാതെ അവൻ ദാസനായി തന്നെ താഴ്ത്തി. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? അതിനാൽ ഇങ്ങനെ താഴ്ത്തിയത് കൊണ്ടും ഈ സഹനം കൊണ്ടും ഈ മരണം കൊണ്ടും ഈ പാപത്തിൻ്റെ ശിക്ഷ സ്വയമായി ഏറ്റെടുപ്പ് കൊണ്ടും അതിനാൽ എന്ത് ചെയ്ത് ദൈവം അവനെ അത്യധികം ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. ഇനി എന്താ സംഭവം? ആ പുനരുദ്ധാനത്തിൻ്റെ ആർഭാടങ്ങളെന്ന് പറയണത് ദൈവം അവനെ അത്യധികം ഉയർത്തി. പിന്നെന്താണ്? എല്ലാ നാമങ്ങളെക്കാൾ ഉന്നതമായ നാമം അവിടുത്തേക്ക് നൽകി. ഇനിയില്ല മനുഷ്യൻ്റെ നിത്യരക്ഷ വരെ ഈ നാമത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഈ നാമത്തെ മനുഷ്യൻ സ്വീകരിക്കുന്നതും സ്വീകരിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതുകൊണ്ട് മനുഷ്യൻ സ്വീകരിച്ച് നിത്യരക്ഷ വരെ സ്വയത്തമാക്കാൻ വേണ്ടി അപ്പോസ്തലന്മാരോട് ഈശോ പറഞ്ഞു. എന്താ പറഞ്ഞത്? നമ്മുടെ മർക്കോസിന്റെ സുവിശേഷമില്ലേ, മർക്കോസ് 16:15 എടുത്തേ. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. ഇവിടെ വരുന്നൊരു വിഷയം വെച്ചാൽ ഇനി ഈശോനെ സ്വീകരിക്കുന്നവർക്ക് ഭൗതിക അനുഗ്രഹങ്ങൾ മാത്രമല്ല ലഭിക്കുന്നത്, പിന്നെന്താണ്? നിത്യരക്ഷ വരെ മരിക്കാത്ത ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കാനുള്ള കൃപാവര യുഗം ഈശോ അതിൻ്റെ ഒരു നമ്മുടെ അണക്കെട്ടിൻ്റെ ചീപ്പ് തുറക്കത്തില്ലേ, അപ്പോൾ വെള്ളച്ചാട്ടം ഉണ്ടാകണ പോലെ കൃപയുടെ വലിയ വെള്ളച്ചാട്ടം ഉണ്ടായിരിക്കുക.